ചന്ദ്രശേഖറിൻ്റെ എന്നെ പറ്റിയുള്ള അവതരണം ഇത്തിരി കൂടിപ്പോയോന്ന് എനിക്ക് എന്നൊരു സംശയമുണ്ട്. എന്നാലും ഒരു സ്നേഹിതനായതുകൊണ്ട് നമുക്കത് ക്ഷമിച്ചു കളയാം. ഇവിടെ നമ്മൾ ആദ്യം തന്നെ കൈരളിക്ക് ഈ സിൽവർ ജൂബിലി ആശംസകൾ. കൈരളി എന്ന ആശയം തുടക്കത്തിൽ നമ്മുടെ when we were talking about it, ഞാനും അതിൻ്റെ ചെറിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് പക്ഷേ ക്രമേണ വലിയൊരു സംരംഭമായി മാറി എന്ന് എന്നതിൽ എനിക്കും വലിയ അഭിമാനമുണ്ട്, ലൈക്ക് ഓൾ ഓഫ് യു. ഇന്ന് മാധ്യമങ്ങൾ നേരിടുന്ന പ്രതിസന്ധി രണ്ട് വിധത്തിലാണ്. ഒന്ന്, മാധ്യമങ്ങൾക്കെതിരെ നടക്കുന്ന ചില നീക്കങ്ങൾ, കൃത്യമായ നീക്കങ്ങളാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ബ്രോഡ്കാസ്റ്റ് ബില്ലിൻ്റെ ഡ്രാഫ്റ്റ് ചർച്ച ചെയ്യപ്പെടുന്നു. അതിലൊക്കെ വളരെ അപകടകരമായ ചില ക്ലോസസ് ആർ there which will be dangerous to the freedom of speech. അതിനു മുമ്പ് തന്നെ ഡിജിറ്റൽ മീഡിയ റെഗുലേറ്റ് ചെയ്യാനുള്ള ചില ക്ലോസസ് ഉണ്ടായിരുന്നു. അതിപ്പോൾ നിലവിലുള്ളതാണ്. ഇതിൽ പലതും കോടതിയിലുണ്ട്. എന്നാലും അതിനൊന്നും ഒരു നിർണായകമായൊരു തീർപ്പോ വന്നിട്ടില്ല. അപ്പം മാധ്യമങ്ങൾ ചുരുക്കത്തിൽ വേട്ടയാടപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് ഇന്ത്യയിൽ. അത് നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതൊരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് മാധ്യമങ്ങൾ സ്വയം കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങൾ. മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകരുന്നു. ഇങ്ങനെ പോയാൽ ജനങ്ങൾ മാധ്യമങ്ങൾ പറയുന്നത് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കരുതി പോവോ എന്നുള്ള ആശങ്ക. ശരിക്കും മാധ്യമത്തെ പറ്റി സീരിയസ് ആയി ചിന്തിക്കുന്നവരുടെ മനസ്സിൽ ഉള്ള ഒരു പ്രശ്നമാണിത്. മാധ്യമങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം the history of the media is very, very vibrant. നമുക്കറിയാം, റോബിൻ ജെഫ്രി പോലെയുള്ള കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തെ പറ്റി, മാധ്യമത്തിൻ്റെ എവല്യൂഷനെ പറ്റി, മാധ്യമവും സമൂഹമായിട്ടുള്ള ഇൻ്റർഫേസിനെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. പത്രമാധ്യമത്തെ സംബന്ധിച്ചിടത്തോളം പെർ ക്യാപിറ്റ കൺസംഷൻ ഓഫ് ന്യൂസ് ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റാണ് കേരളം. അന്നും ഇന്നും എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ പത്രമാധ്യമം മാത്രമല്ല, ടെലിവിഷനുണ്ട്, ഡിജിറ്റൽ മീഡിയ ഉണ്ട്, മൾട്ടിമീഡിയ ഉണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി, അത് ഇന്ത്യയിൽ ഒട്ടാകെയുണ്ട്, ലോകത്തിലും ഒട്ടാകെയുള്ളൊരു പ്രശ്നമാണിത്. മാധ്യമങ്ങളുടെ വിശ്വാസ്യത, മാധ്യമങ്ങളുടെ നിഷ്പക്ഷതയില്ലായ്മ. അതിൻ്റെ വളരെ രൂക്ഷമായ ഒരു ഉദാഹരണം, മാധ്യമങ്ങൾ വെരിഫൈ ചെയ്യാതെ പല കാര്യങ്ങളും പുറത്തെടുത്തിടുന്നതാണ്. അങ്ങനെ അവസരങ്ങൾ വരുമ്പോൾ അത് അവഗണിക്കുന്നു, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നില്ല. അടുത്ത കാലത്ത് നമുക്കറിയാം, ഇപ്പോൾ കേരളം വയനാട്ടിലെ ദുരന്തത്തിൽ നിന്നും കരകയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്നാൽ ആ സമയത്തുണ്ടായ ഒരു തർക്കം, കേന്ദ്ര ഗൃഹമന്ത്രി പറയുന്നു ഇവിടെ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുമെന്ന് ഇന്ത്യൻ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പലതവണയും വാർണിംഗ്സ് തന്നിരുന്നു. അതൊക്കെ അവഗണിച്ച്, അതൊന്നും കൂട്ടാക്കാതെ
ഇതുകൊണ്ടാണ് ഇത്ര ഭീകരമായ ഒരു ദുരന്തം ഉണ്ടായതെന്ന്. ഇത് അദ്ദേഹം ചില ഡേറ്റ്സും ടൈംസും, ഇന്ന് മീറ്ററോളജി ഡിപ്പാർട്ട്മെന്റ് ഇന്ന സമയത്ത് ഇത് പറഞ്ഞു, ഇന്ന ദിവസം ഇത് പറഞ്ഞു, അതിന് ഒന്നും ഫോളോ അപ്പ് ചെയ്തില്ല എന്നാണ് ആരോപണം. ഇത് കേരളത്തിലൊരു മാധ്യമ പ്രസ്ഥാനം, ഏതെങ്കിലും ഒരു മാധ്യമ, കൈരളി അടക്കമെന്ന് വേണമെങ്കിൽ പറയാം, ഇതിൻ്റെ സത്യാവസ്ഥ എക്സാമിൻ ചെയ്യേണ്ടതായിരുന്നു. മുഖ്യമന്ത്രി ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. പക്ഷെ ആര് പറഞ്ഞാണ് ശരി എന്നുള്ള ഒരു സ്വാഭാവികമായിട്ടും എല്ലാവരുടെ മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു. യൂണിയൻ ഗൃഹമന്ത്രിക്ക് IMDയുടെ ആധാരികമായ ഡേറ്റ ഉണ്ടാവുമല്ലോ. അതിനെ എതിർത്താണ് മുഖ്യമന്ത്രി പറയുന്നത് അത് ശരിയല്ല എന്ന് പറയുന്നു. ഇതെന്താണ് ശരി എന്നുള്ളത് ഇവിടുത്തെ മാധ്യമങ്ങൾ അതിലേക്ക് വളരെ സീരിയസ് ആയിട്ട് they should have dived into that, checked it out, verified it. അത് പക്ഷെ വേണ്ട പോലെ ചെയ്തില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഈ അവഗണനയുടെ ഒരു പ്രശ്നം. അത് ഹിന്ദുവിലാണ് പിന്നെ IMDയുടെ ഒരു സീരിയസ് ആയിട്ടൊരു കോംപ്രിഹെൻസീവ് റിപ്പോർട്ട് വരുന്നത്. അതിൻ്റെ അത് ശരിയല്ല, IMDയുടെ റിപ്പോർട്ട്സ് ഒന്നും ഇങ്ങനെ വന്നിട്ടില്ല, അവർ പറഞ്ഞ സമയത്തൊന്നും വന്നിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് വിത്ത് ഡേറ്റ്സ് ആൻഡ് ഫിഗേഴ്സ്, ഡേറ്റ, ഹിന്ദുവിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് തന്നെ വന്നു. അതിനുശേഷം പിന്നെ മറ്റു പത്രങ്ങളും എല്ലാം അത് എടുത്തേറ്റു. പക്ഷെ ഇത് കേരളത്തിൽ വരേണ്ടത് മാധ്യമത്തിൻ്റെ ഒരു ഫെയിലിയർ അല്ലേ? കേരള മാധ്യമം ഒത്താകെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഫെയിലിയർ അല്ലേ? അപ്പൊ അതുകൊണ്ട് അത് പാളിപ്പോയി. അല്ലെങ്കിൽ അത് തന്നെ ഒരു വലിയ വിഷയമായി മാറിയത്. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ വയനാടിൻ്റെ ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയാണ് പ്രവർത്തിച്ചത് എന്ന് വേണമെങ്കിൽ പറയണം. അവരുടെ സാധാരണ രീതികൾ മാറ്റിവെച്ച് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു കൂട്ടായ്മയുടെ കൂടി with a sense of purpose, they dealt with the issue so that there was no scope for rumor mongering and creating false leads or misunderstandings. But even so, there could have been a more proactive effort, and that was a golden opportunity that the media missed. The problem with the media is that it has become increasingly an exercise of fishing in troubled waters. First you muddy the water and then you fish in the troubled water in order to create sensation, to find something that will titillate the viewer, that will be sensational, that will be voyeuristic. In the process, you're not adding to the understanding of a situation. അപ്പം ഇതിൽ ഈ ഒരു മാധ്യമ രീതിയിൽ നിന്ന് നമുക്ക് എങ്ങനെ, ഹൗ ഡു യു ട്രാൻസെൻഡ് ദിസ്, ഹൗ ഡു യു ലിബറേറ്റ് യുവർ സെൽഫ് ഫ്രം ദിസ് കൈൻഡ് ഓഫ് എ സിറ്റുവേഷൻ? കൈരളിയുടെ ഈ ഒരു 25th ആനിവേഴ്സറിയുടെ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, വി ഹാവ് ടു തിങ്ക് ഓഫ് എ ന്യൂ പാരഡൈം ഓഫ് ജേർണലിസം. അല്ലെങ്കിൽ വാർത്താമാധ്യമം എന്ന് നമ്മൾ കൂട്ടി ആഘോഷിക്കുന്ന ഒരു ഫോർത്ത് എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസിക്ക് ഒരു അർത്ഥമില്ലാതെ വരും. ഇപ്പോൾ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെയൊക്കെ ഒരുപാട് ജേർണലിസ്റ്റ് സ്റ്റുഡൻസ് ഉണ്ട്. ഞാനും ഒരു ജേർണലിസം കോളേജ് ഐ എം റണ്ണിങ് ഇറ്റ്. പക്ഷെ ചെറുപ്പക്കാർ, ആ പുതിയ തലമുറ, അവർക്ക് വാർത്തയോടുള്ള ഒരു എൻഗേജ്മെൻറ്റ് വളരെ വ്യത്യസ്തപ്പെട്ട ഒരു എൻഗേജ്മെൻ്റ് ആണ്. പത്രം എന്നത് അവർ ഒരു ഫിസിക്കൽ പത്രമൊന്നും വായിക്കുന്നില്ല മിക്കവാറും പേരും. ടെലിവിഷൻ കാണുന്നില്ല എന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയ കുറ്റബോധവും തോന്നുന്നില്ല. കാരണം കാണാതിരിക്കുകയാണ് ഭേദം. പലപ്പോഴും പല ചാനലുകളിലും നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ വെറുതെ ചിന്താക്കുഴപ്പം ഉണ്ടാവണ്ടല്ലോ എന്നുള്ളതാണ് നമ്മുടെ ഒരു വാദം. പക്ഷേ അവർക്ക് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി കൃത്യമായ ബോധമുണ്ട്, അഭിപ്രായങ്ങളുണ്ട്, വീക്ഷണമുണ്ട്. Because they are exposed to digital media. ഞങ്ങളെക്കാട്ടിലും വളരെ കൂടുതൽ വ്യാപകമായിട്ട് കാര്യങ്ങളെപ്പറ്റി അവർക്ക് അറിയാമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. How do you
create a new media paradigm. ഈ ചെറുപ്പക്കാരുടെ എക്സ്പെക്റ്റേഷൻ, അവർക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ അവർ മാധ്യമത്തിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്നത് നമുക്ക് എങ്ങനെ, how can you create a framework for that? I think it's important to go back to the two biggest journalists that we had in the last century. One is Gandhiji and the other is Karl Marx. രണ്ടുപേരും they were journalists of the century. Gandhiji of the 20th century, Karl Marx of the 19th century. In fact, it has been said about Karl Marx that even if he did not do anything else, he would have been known as the greatest journalist of the 19th century. In അദ്ദേഹത്തിൻ്റെ ബയോഗ്രാഫേഴ്സ് written. ഇത് ലെഫ്റ്റ് സർക്കിൾസിൽ തന്നെ വളരെ ദുർലഭം പേർക്ക് അറിയാവൂ. ഇതിനെപ്പറ്റി ഒരു ചർച്ചയൊന്നുമില്ല. കാൾ മാർക്സ് എസ് എ ജേർണലിസ്റ്റ് എന്നുള്ളതിനെ പറ്റി എത്ര പേര് ഇവിടെ കേട്ടിട്ടുണ്ടാവും? But he practiced as a journalist for a very long time. 1851-ൽ അദ്ദേഹം ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്, my big book is getting ready. Karl Marx, by the way, he is introduced to economics only in 1844. He is a doctorate of philosophy. He is not an economist, but he has written the most authoritative work I think mankind has yet seen in terms of economic determinism and all that, in the volumes of Das Kapital, as you know. But he's introduced to economics that came in 1867, only in 1844. And in 1851, he's telling his friends, my big book is getting ready. But it will be another 16 years, 1867, before the book is published. He says, why did it take so long? Because he said, I have to do something for my livelihood. ഒരു ഉപജീവന മാർഗം വേണം. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ മാധ്യമ പ്രവർത്തനത്തിലേക്ക് കടക്കുന്നത്. അപ്പം അന്ന് ന്യൂയോർക്ക് ട്രിബ്യൂൺ എന്ന് പറയുന്ന ഒരു വളരെ വലിയ സർക്കുലേഷൻ, 300,000 കോപ്പീസ് സർക്കുലേഷൻ ഉള്ളു. ന്യൂയോർക്ക് ട്രിബ്യൂൺ, ബേസ്ഡ് ഇൻ ന്യൂയോർക്ക്. കാൾ മാർക്സ് അവരുടെ യൂറോപ്യൻ ചീഫ് ഓഫ് ബ്യൂറോ ആകുന്നു. Karl Marx was the European chief of bureau of the New York Tribune. He was one of the highest paid journalists of his time. He got £5 per column. He wrote between 1840 and 1850, in that period of 10 years, something like 350 columns. And this New York Tribune is not a day, it used to come sporadically, daily, twice a week, weekend. ഒരു റെഗുലാരിറ്റി ഇല്ലാത്തൊരു പത്രമായിരുന്നു. ബട്ട് ഇറ്റ് ഹാഡ് എ ഹ്യൂജ് റീച്ച്. 1848-ലാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കാൾ മാർക്സ് എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം ആൻഡ് ഈവൻ അറ്റ് ദാറ്റ് ടൈം ദ മാനിഫെസ്റ്റോ വാസ് ഹാർഡ്ലി റെഡ്. ഇറ്റ് ഇസ് മച്ച് ലേറ്റർ ദാറ്റ് ഇറ്റ് ബിക്കേം വെരി ഫേമസ്. ഈ 1848 റെവല്യൂഷൻ്റെ ചില വെറ്ററൻസ് were reading the Communist Manifesto. Hundreds of them, അത്രേ ഉള്ളൂ, 100 കണക്കിന് ചില പേര് വായിച്ചു. എന്നാൽ മാർക്സ് വാസ് read by 300,000 readers of the New York Tribune. And in the Das Kapital, you will find excerpts from the columns of Marx and Engels. Karl Marx wrote 350 columns. Engels wrote another 125 columns. They together wrote more columns. They also wrote many columns without their names. So the kind of productivity about everything under the earth, about Spain, about Portugal, about Prussia, about Russia, about India, even about a 3-part volume, a 3-part column on the history of the rifle, Tokenda Kada. The oddest things they wrote about. So, and this whole aspect of Marx has unfortunately not been
known, first of all, or not been promoted. It was Marx and Engels who brought to journalism and, the idea. Before that, Hegel, as you know, Hegel was an abstract thinker. He only talked about theory. The idea of combining theory and practice in the written word was actually initiated by Marx and Engels. And in the columns you'll find that, because they don't just objectively, or shall we say, talk about situations. They talk about what should be done, what can be done, what is the problem for journalism today. Because ഇപ്പോഴത്തെ journalism is only a blame game. ഒരു കുറ്റാരോപണം, അതിന് മറുപടി വന്ന വേറൊരു കുറ്റാരോപണം, അതിന് മറുപടി വന്ന വേറൊരു കുറ്റാരോപണം. Nobody is wiser anymore. Nothing happens. It doesn't transform our lives. We are not any wiser. It doesn't change any situation. And this quality of Marx, I think particularly a channel like Kairali, in fact all channels, who believe in democracy and journalism, should imbibe. Unfortunately, there are a number of conflations which are false in our time. Ekikaranam, confluence, conflations. We have an implicit understanding that democracy means capitalism. That's a wrong conflation. That's a conflation, a con game. It's a spurious conflation. It's like in the Palestine war, you'll find there's a conflation that if you're anti-Zionist, you're anti-Semitic. നമ്മൾ സയനിസത്തിനെതിരെ പറഞ്ഞാൽ ഉടനെ നിങ്ങൾ ആന്റി-സെമിറ്റിക് or ആന്റി-ജൂ എന്ന് പറയും. ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. A lot of Jews are protesting about what's happening in Israel and in Gaza. They are not anti-Semites. They are anti-Zionists. And Zionism is an acute form of an ideology which looks at it is colonizing, it is aggrandizing. Theodore Herzl's a very vicious kind of ideology. അതേ രീതിയിൽ ഇവിടെ ഇന്ത്യയിൽ നമുക്ക് കാണാം a wrong conflation of Hinduism and Hindutva. ഇത് രണ്ടും ഒന്നല്ല. If Hinduism and Hindutva won, then we are gone as a nation. Luckily, it is not the same. And people recognized it, including in the last election. In spite of a mandir being built in Ayodhya, people recognized that Hindutva is twisting the ideas of Hinduism. So when you talk about Sanatana Dharma, for instance, it belongs to the category of Hindutva. You must read the latest book by Gopal Krishna Gandhi about his grandfather, Gandhi. The title of the book is Gandhi, I Am an Ordinary Man. This is a collection of his writings, not published in the collected works of Mahatma Gandhi, in Gujarati, which Gopal Gandhi, being equally knowledgeable in Gujarati and English, and in fact he's a linguist, he knows many languages, translated, where Gandhi makes a clear difference, explicit difference between what he calls Sanatanism and Hinduism. And he says Sanatanism is a bane on Hinduism. He comes to Kerala and argues with the Nambudris here. Ask them, where in the text does it say? Because Sanatanism implies untouchability. That's what Gandhi believed, and that's how it is. So the short point is, Gandhi said this, he argued about it in Puri, he argued about it in different parts of India. It was one of his missions to show that, because his life mission, one of his center planks of his life mission was to abolish untouchability in Hinduism. He was a Hindu, he was essentially a Hindu. I don't think you can find a greater Hindu than Gandhiji. But he recognized that these are the underbelly of Hinduism. These are the
shall we say, the bad aspects, the negative aspects, the painful aspects of a religion. So, Hindutva and Hinduism are not the same. So these false conflations, capitalism and democracy. Democracy was very much a part and parcel of the socialist thinking, of Western European socialist thinking, and of Marxist thinking. It's unfortunate that in a particular stage of history, you don't find the idea of free press celebrated in socialist societies or in communist societies because of the requirements of what you call war communism and all of that. And the ideology has paid the price for that. I think East European communism collapsed largely because it tried to protect information from its own people. And so when people saw how the capitalist world is living in serials, a silly serial like Dallas, where they found Americans living in big houses and big swimming pools and going around in big cars, they thought that's how the rest of the world lives. Forgetting that they had free education, free gas, free retirement benefits, all the requirements, but no freedom of, shall we say, information, which was a false, which was a lethal flaw. And that's why the Berlin Wall collapsed, and that's why you had this whole domino effect across Eastern Europe. So Marx believed in the freedom. He believed in freedom passionately. And he wrote about it. As a journalist par excellence, he wrote about it. That's the short point I'm making. Just to give you an idea of what Marx thought about freedom, he said, you must be passionate about freedom, like you're passionate about something beautiful. He lauds its spiritual qualities. That's another kind of, very, very crude thinking of Marxism, that it has no spiritual context. It is replete with spiritual context. Not spiritual in the sense of, believing in some bogeyman or some making a quantum leap and believing in things that you can't justify, but spiritualism as the refinement and distillation of human faculty, of human power, of human imagination. There is no philosophy which has thought about it in such profound terms. Marx does that. He was also, he was editor. Before he became the New York Tribune's chief of bureau, he was the editor of a Prussian, those days it was Prussia, Germanic Prussia, of a Prussian weekly called Rheinische Zeitung. He was the editor of that. And in a year, he wrote 44 columns. He'd write multiple columns. In fact, he wrote serialized TV serials. One column will go over 5 times. So in each week, he'll continue part 1, part 2, part 3, part 4, until he had finished his entire argument. And he was also an ombudsman. Today you speak about reader's editor, ombudsman. He played the role of ombudsman because when he got some news, he always checked it. He made sure that the source is correct. He checked with the authoritative sources that he could. He also spoke to his friends across Europe. Only then he would publish it. Or if he read something else somewhere, he would contest that based on and say this is not a verified news. Now these are journalistic practices. Where do you find any of this happening in today, here and now? Have we advanced as a journalistic profession? Here's a question that we have to ask ourselves. Marx did another thing which I think is very relevant today. This is the future of journalism. As we speak today, I think we have to reimagine journalism. We have to reimagine the news media. Otherwise, it is a law of diminishing returns operating. It is going slowly downhill. And one fine day, it will become totally irrelevant and redundant. But you find journalistic efforts in what we strictly define as non-journalistic work. Look at the OTT platforms. If you look at Netflix or Amazon or Sony, look at the vibrancy of Malayalam
cinema there. Young people, new people, coming up with excellent new ideas, novel ideas, invariably 90% of them having a news peg. A news peg is probably fictionalized, but you understand it far better because it's presented that way. I don't think you would have understood what happened in the stock scam with Harshad Mehta. You will understand it if you see that serial now going on called Harshad Mehta. It talks about every aspect of how the market, how these people were playing the market, how they were, fixing the market, fixing the price of shares, creating fall of the market, creating the rise of the market, which is going on even now. I don't have to talk about what Hindenburg is doing to our faith in the market, to the faith not only in the market of SEBI, of securities, of the regulator of the market. I'm sure there will be a serial on Hindenburg in the next 5 or 10 years, on what they did and how it affected people, and who were the key players, who were the villains, who were the people who played along with that. So this is a form of journalism, an extended form of journalism. It is not the backyard of journalism. At one time when social media came, we said it is a backyard of journalism, social media. Now social media is the front yard and journalism is the backyard. Because newspapers and news agencies and television channels are monitoring what comes on social media, and when something goes viral on social media, that becomes a headline. So who is leading whom? Of course, there's a lot of false stuff circulating in the social media, which is why you get a lot of false news also, which then is quietly brushed under the carpet without a proper acknowledgement or apology. So this understanding of how something being classified as fiction can still be very, very relevant in terms of a social comment or understanding in depth a social situation was recognized by Karl Marx, is what I'm saying, because his writing style, those who talk about him and his biographers and they've analyzed his style, say it was more like the style of Charles Dickens than that of Thomas Malthus, because Malthus was seen as the economic writer of that time, authoritatively, and he had a style. Marx wrote in the style of Charles Dickens, which is why his prose is so readable. There are dense passages, of course, that are difficult, but when he is in a flow, it is better than the best. And he says, at one point, he praised, and I quote him, the splendid brotherhood of fiction writers in England, the splendid brotherhood of fiction writers in England, whose graphic and eloquent pages have issued to the world more political and social truths than have been uttered by all the professional politicians, publicists, and moralists put together. They have given us a better understanding of the world than all the politicians, professional politicians, publicists, and moralists put together. So if journalism is only going to primarily reflect what the politician of the day is saying, it is doomed to be a superficial, dilettantist, useless exercise. Whereas there is depth in fiction, there is depth in poetry, there is depth in which talk about contemporary issues, which speak about the human plight, the existential plight. So this is a pointer to the way in which we can change our journalistic practice and make it more relevant, is the point I'm making. Marx goes on to say many other things. I don't have the time now. I'll have to wind up in 4 or 5 minutes. He talks about censorship. And this is a wonderful way he looks at censorship. He says he was against censorship. Again, you have a conflation in the mind of socialism or communism and censorship. You see, they are censored societies. You will not find a fiercer champion of freedom of speech than Karl Marx. He said censorship is bad in whatever situation it is. He says censorship can never be legitimate even when it is a law, just as slavery can never be legitimate even when it is a law. Why does he say slavery? Because in his time, slavery was a law, but he said it is illegitimate. Law and legitimacy are different. Likewise, he said censorship, even if it is a law, can never be legitimate. Even as slavery can never be the law, even if it is legitimate. That's how passionately he believed
in a free speech, in freedom of speech and expression. He says one must have loved freedom of the press like beauty to be able to defend it. I feel that the existence of what I really love is necessary and needed, and without it, my own being is neither fulfilled, satisfied, nor complete. This is Karl Marx speaking, not Aurobindo, not any spiritual godman, Because this is not mumbo jumbo. He's talking about human existence at its best, at its distilled best. And then he argues against a censorship regime, which is a brilliant argument, actually. He says, and I quote him, "Since people must consider uncensored publications as lawless, they will get used to considering lawlessness as free." Think about that. Since people must consider uncensored publications as lawless. If you have a censorship regime, people will say that government is trying to bring censorship. That's what you mean by regulation, right? Censorship of, you can say this, you can't say this. Since people must consider uncensored publications as lawless, so if you have an uncensored publication, it is lawless. They will get used to the idea of considering lawlessness as free, freedom as lawless, and lawfulness as unfreedom. Freedom will become lawless and lawfulness will become unfreedom. അതായത് ക്രമേണ ജനങ്ങൾ സെൻസർ ചെയ്യപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ നിയമമില്ലായ്മയാണ്, അല്ലെങ്കിൽ നിയമരാഹിത്യം, അല്ലെങ്കിൽ നിയമരഹിതമാണ്, നിയമരാഹിത്യം ഉള്ളതാണെന്ന് കരുതി തുടങ്ങിയാൽ നിയമരാഹിത്യം സ്വതന്ത്രമായി കരുതുകയും നിയമരാഹിത്യം സ്വാതന്ത്ര്യമായി കരുതുകയും സ്വാതന്ത്ര്യം നിയമമില്ലായ്മയായി കരുതുകയും നിയമപാലനം സ്വാതന്ത്ര്യമില്ലായ്മയായി കരുതുകയും നടക്കുമെന്നുള്ളതാണ്. അതായത് everything will be stood on its head. And it's a brilliant argument. It's a brilliant logical argument. This was the mental acuity of the man. And he used it to justify why censorship is no, never, never. He's aware of the shortcomings of the free press. He says free press cannot be controlled and bribed. It cannot be said, you do this, you do this. You can be free to this extent. He says the free press will be, he calls it, the need for the journalism, he says, is what he calls folk press. Folk as in VOLKPRESS, folk presser, people's press. This is the social media of today. He had seen it then. Look at the prescience of the man. He's talking of exactly this social media. He says it will reflect the real life with all its contradictions, trials, and errors. It is likely to make mistakes, exaggerate, distort, but will learn from its mistakes. This is the idea of his folk press. It's a kind of idea of the public sphere, a freewheeling public sphere. And he says, it is the people's outspoken self-confession, a space for people's... This is exactly the social media description. You can't have described social media so well, not even knowing that technologically it was going to happen. A century later, or 2 centuries later. And he said United States is certainly the place which has most freedom of press, but he says because they have commercialized it, the market will become a bigger danger for the press than the state. He foretold that, and it's indeed what is happening. Look at the way the big newspapers in the United States are reporting. Look at the way they're reporting Gaza, or not. Nowadays they don't even report it because killing children has become so normal, it is not news anymore. Every day there are children being killed there, bombed by Israel with American weapons. New York Times, Washington Post, they are all very, very wary and circumspect and sleazy when it comes to anything which is anti-Israel. They see it as, they believe, they fall into the trap of thinking if you say anti-Israel, it's anti-Semitism, even though you may be actually attacking Zionism,
which is what Benjamin Netanyahu is. He's a Zionist. So he says, and he has this wonderful thing. He says he believes in a free press, and he says, and I quote him, the first freedom of the press, the first freedom of the press is not to be a business. Because he knows the moment market becomes the paradigm of the press, it becomes a bigger threat than the state. I have been a journalist in all my life. I've lived in the era of the state control of the press. I was in Doordarshan through a lot of my formative years. I know that it was always controlled. It was government point of view. You were a propaganda arm of the government. And I've also been in the private media, as you know. But I can see the danger of the market as far, far more serious than the danger of the state. Especially in the neoliberal age that we live in now. The market is the determining factor. The corporates are the determining factor. Digital media, Google. Today, look at who is regulating the media, the platforms. In India, the difference is in the United States and in Europe, they are talking about regulating the big media. Leela Khan was, when Biden became president, he set up the commission, Federal Trade Commission, FTC, headed by Leela Khan, a 35-year-old woman of British origin, of South Asian origin, but born in Britain. Her mandate is to cut these big media to size, split them into smaller, because the bigger the media, the lower the democracy. Robert McChesney has said, the richer the media, the poorer that democracy. But it's work in progress. European Union has got strong regulations now in place against internet. Google is being challenged on many fronts. Because Google pretends to be a platform and it suits them, but it is a purveyor of information and it suits them. So when it's purveying content, the owners of the content, including newspapers and others from which the news is taken, are asking for money, a share of the revenue. They've had to concede in Australia, they're having to concede now in Europe. So it's going to become a kind of, chain effect. But the short point I'm making is in Europe and America, they are restraining the platforms, the means of dissemination. Make sure that no one power monopoly emerges there. It's paradoxical that in the US, they are fighting that monopoly. Whereas in India, the entire exercise of the government at the center is how to regulate in terms of content, not in terms of size. How do you regulate what they can say? How do you regulate how much they can say against the establishment? When does something you say against the establishment becomes anti-national? It should be easy enough for them to file cases against you. This is the direction. This is a big difference. Whereas here, what they should be doing is to control the size of this, the big players. You can't name these two big players anymore because apparently it's anti-national. So I'll follow Rahul Gandhi's example and say A1 and A2 own 90% of the media in this country. But there's no move to look at that. There's no move towards cross-media restrictions, which a supposedly non-regulated market like the US had long back. Why do you have New York Times, Washington Post? Because they cannot expand beyond their turf, beyond a point. Outside of that, you can only be big in particular areas. They had limits of growth, geographically, in terms of size, in terms of spread, in terms of multimedia. If I'm owning a newspaper, I cannot run a television channel there. I cannot also run a FM radio station. Whereas here you don't have cross-media restrictions. You can do all of this. You're creating monopolies and creating censorship with those monopolies. It's easier to censor because once you have the monopolies, you have the purse strings, you have the regulatory mechanism, you can send the ED, CBI and all after them, and everyone will come to heel. You'll have a very pliant press. So I'll end by saying we have to therefore look, and I think I really should set the example of rethinking this whole media practice. Bring Marx back center stage. I could not talk about Gandhi enough, but Gandhi, of course, was the biggest journalist we have seen in this part of the world.
in the next century, in the 20th century. He, at one, he published, he was editing 4 magazines or journals at one time: Harijan, Indian Opinion, Young India, Navjeevan. Navjeevan in 1919, in 2019 it completed 100 years. Indian Opinion in 1903. Harijan in 1931, I think, but lasted for 20 years. Young India also around the same time. But he was editing constantly. Imagine editing 4 journals simultaneously at the same time. And he says in his autobiography, my idea of satyagraha came to me through my writings in the Indian Opinion. In other words, when he wrote, he's having a dialogue with the page or with his thoughts. He's expressing his thoughts and he's having a dialogue and he's clarifying his thoughts and refining his thoughts. And the weapon of satyagraha with which he fought the British colonial ruler emerged in his mind. So this is the power of the journalism that we have lived in. We have the influence of Marx here, we have the influence of Gandhi here, but we ourselves have not looked at them as journalists the way we should be. So I would say that once you look at these stalwarts, you will find the clue to reimagining journalism, to reinventing journalism, to thinking out of the box and creating a new genre of journalism that is relevant to the times, that has a transformative quality, that the new generation is in sync with, and makes a difference to all of our lives. This, I think, is the message I wanted to convey. And I'm sure the first group of, I want to end by saying that in journalism, sometimes you have paradoxes. When I started with the first, say, private channel in India, the chief minister of the time was K. Karunakaran. He played a very enabling role in creating that channel in terms of giving us the right of way through cable, because we had cable and satellite. The cable network using the electricity poles and so on. And it is paradoxical because Karunakaran knew even then, and as I am now, that my ideological persuasion is left. It is not so much with the Congress. And yet he did it. And to be fair to him, throughout, he never called me once asking for a job for someone or saying that this was too wrong, what you did was wrong, you should not have done. Not once. But that's how it should be. I'm happy that today's function, we are having the Chief Minister of the state and the Leader of the Opposition. In neighboring Tamil Nadu, where I come from, it's impossible. They will never come on the same platform, particularly when Jayalalitha and, say, the predecessors were there. So, in journalism, your ideology is certainly there, but you don't wear it on your sleeve. Asianet called out the whole thing called ISRO spy scandal. We said it's nonsense. There's no spy there, no scandal there. It is some petty politics and part of the police establishment was complicit. We said that. And I had to go and apply for anticipatory bail in Cochin because the police, under the left government at time, Mr. E.K. Nayanar, I went and told him and I got the summons. He said, "Bail granted." So I said, okay, thank you. I went and got it. But that's fine, that's how it is. So therefore, there was no antipathy that, the police department might have been upset with me, but not the government of the day. So this is what I think, you can pursue your journalism without forsaking your ideologies, your principles, your faith, provided you believe that this profession is something for the people, must have a transformative impact, and must have a honesty and transparency about it. And I'm sure, I'm not suggesting that all this is not being followed, but I think because of this whole imitative process of one channel imitating another channel, because you have to be on the same page, we have forgotten the cardinal rules and core principles of journalism. Why journalism? What is the reason for journalism? What is the raison d'etre, the reason for the very existence of this creature called journalism? We should rediscover that, and I think we have before us stalwarts who have shown how you can adapt the media to the needs of the time. Thank you very much. വളരെ ചുരുങ്ങിയ സമയത്തിൽ കുറച്ച്
ആളുകളിൽ നിന്നൊരു ഇൻട്രാക്ഷൻസ്. അപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി എത്തും, ശ്രീ രമേശ് ചെന്നിത്തല എത്തും, അജിംഷാദ് നമ്മളുടെ കൂടെയുണ്ട്. ഈ കാലഘട്ടത്തിനനുസരിച്ച് ജേർണലിസത്തെ, മാധ്യമപ്രവർത്തനത്തെ എങ്ങനെ നവീകരിക്കണം, പുതുക്കിപ്പണിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാലം കൂടിയാണ്. വളരെ വേഗത്തിൽ അജിംഷാദ് ഒന്ന്. തീർച്ചയായും. കാരണം മാധ്യമരംഗത്തെ ഒരു കുലപതി എന്ന അർത്ഥത്തിൽ, കാരണം മലയാളികൾക്ക് ദൃശ്യമാധ്യമങ്ങളെ പരിചയപ്പെടുത്തിയ അതിൻ്റെ വഴി വെട്ടി തുറന്ന വ്യക്തിത്വം എന്ന അർത്ഥത്തിൽ കൂടിയാണ് ശശികുമാർ സാറിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ പുതിയ തലമുറകളുണ്ട്, അവർക്ക് ചില കാര്യങ്ങൾ താങ്കളോട് ചോദിക്കാനുണ്ട്. അപ്പോൾ അതിന് ഒരു 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 തുടക്കം എന്ന നിലയിൽ സാറിന് ഇരുന്ന് തന്നെ തുടക്കം എന്ന നിലയിൽ തന്നെ അവരിലേക്ക് പോകുന്നതിന് മുമ്പ്, കാരണം നോക്കൂ, ഈ താങ്കൾ ആണ് ഇവിടെ ഒരു തുടക്കം മലയാള മാധ്യമത്തിൽ നൽകിയത്, ദൃശ്യമാധ്യമ രംഗത്ത്. അതിൻ്റെ പുതിയ കൾമിനേഷൻ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ റേറ്റിംഗിൽ 1, 2 ഉള്ള പുതിയ ജനറേഷനിലെത്തിയ ചില മാധ്യമങ്ങൾ 1 ആകുന്നു, 1 നിന്നത് 2 ആകുന്നു. ഇങ്ങനെയുള്ള ചില തർക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങൾ. പക്ഷേ ഉദാരീകരണ കാലത്ത് ഇത് അനിവാര്യവുമാണ്, കാരണം മാർക്കറ്റുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എങ്ങനെയാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അവിടെ സാക്ഷാത്കരിക്കാനാകുന്നത് ഈ സമ്മർദ്ദങ്ങൾക്കിടയിൽ? റേറ്റിംഗ്സ് ഒരു വലിയ പ്രശ്നമാണ്. റേറ്റിംഗ്സിൽ ഒരുപാട് കപട റേറ്റിംഗ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോൾ ബോംബെയിൽ റിപ്പബ്ലിക് TV അനുഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. റേറ്റിംഗ്സ് ഒരു ഫിക്സ്ഡ്. ബട്ട് റേറ്റിംഗ്സ് ഇസ് എ പ്രോബ്ലം. ബട്ട് റേറ്റിംഗ്സ് മാധ്യമങ്ങളുടെ ഒരു പ്രത്യേക പ്രശ്നം മാത്രമല്ല. കാരണം വി ആർ ലിവിങ് ഇൻ എ സൊസൈറ്റി വിത്ത് എ റേറ്റിംഗ്സ് മൈൻഡ് സെറ്റ്. ഇപ്പോൾ നമ്മളൊരു പുസ്തകം വാങ്ങിക്കാൻ ഒരു ബുക്ക് ഷോപ്പിൽ പോയാൽ ഫസ്റ്റ് 20 books, ഫസ്റ്റ് 40 books, ഫസ്റ്റ് 50 books, ബെസ്റ്റ് സെല്ലേഴ്സ്, ഹൂ ഇസ് റേറ്റഡ് ദം? Have you ever asked? Is it rated on the basis of the sale of the books? Sometimes they'll say first 10 according to our readers, our critics. Who are our critics? You find this across the world. You go to a music album, buy music, first top 10, top 10, top 10, top 20. Top 10, top 20 has become a cliche, അല്ലേ? അതിൻ്റെ അപ്പോൾ അതൊരു റേറ്റിംഗ് മൈൻഡ് സെറ്റാണ്. ഉംബർട്ടോ ഇക്കോ, അതല്ല, പിയർ ബോർദോ എന്ന് പറഞ്ഞിട്ട് ഫിലോസഫർ ഹാസ് റിട്ടൺ അബൌട്ട് ദിസ്. ഹി സേസ് ഒരു 100 കൊല്ലം മുമ്പ് നമ്മുടെ ദ ബിഗസ്റ്റ് അച്ചീവ്മെന്റ്സ് ഇൻ സയൻസ്, ആർട്ട്, ഫിലോസഫി were against the grain of the popular. Against the grain of what is popular was defied. Everyone said the earth is flat. Somebody came and said no, it is round. Somebody talked about the Copernican revolution. ആദ്യം പറഞ്ഞവരൊക്കെ they were burnt at the stakes. They had to suffer with their lives. പിന്നെ ക്രമേണ, after several decades, in some cases centuries, people accepted that the earth is indeed round, not flat. That the earth goes round the sun, not vice versa. Likewise in mathematics, in philosophy, you'll find it goes against the grain of the popular. Whereas now we are living in a peculiar time with ratings mindset. അത് മാധ്യമത്തിൽ വളരെ രൂക്ഷമായിട്ടുണ്ട്. But it is unavoidable because you need advertising. റേറ്റിംഗ്സ് വെച്ചിട്ടാണ് ഈ അഡ്വർടൈസേഴ്സ് ഡിസൈഡ് ഓൺ ഹൗ ടു അലൊക്കേറ്റ് ദ ബഡ്ജറ്റ്സ്. അപ്പോൾ അതൊരു വിഷ്യസ് സൈക്കിളായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് സത്യം.